നമസ്കാരം. രാജ്യത്തിന് സമർപ്പിച്ച് 100 ദിവസം പിന്നിടുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതുവിൽ നിന്ന് വരുമാനമായി ലഭിച്ചത് 38 കോടി രൂപ. ഈ ദിവസത്തിനുള്ളിൽ ഇതുവഴി കടന്നുപോയത് 21.9 ലക്ഷം വാഹനങ്ങൾ. ഏപ്രിൽ 23 വരെയുള്ള കണക്കാണിത്. മുംബൈയെയും നവി മുംബൈയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന 21.8 കിലോമീറ്ററുള്ള കടൽപ്പാലത്തിലൂടെ ഒരു ദിവസം ശരാശരി 22,000 വാഹനങ്ങൾ പോകുന്നുവെന്നാണ് കണക്ക്. ഇതുവരെ കടന്നുപോയ വാഹനങ്ങളിൽ 21.1 ലക്ഷവും കാറുകളാണ്. 16,569 ബസ്സുകളും 43,876 മൾട്ടി ആക്സിൽ ട്രക്കുകളും ടോളിലൂടെ പോയിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 250 രൂപയാണ് കാറുകളുടെ ടോൾ നിരക്ക്. 2 വർഷത്തേക്കുമായി 375 രൂപ. ഒരു മാസത്തേക്ക് 12,500 രൂപയും. വാർഷിക നിരക്ക് 1.5 ലക്ഷം രൂപ. ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ 8.13 ലക്ഷം വാഹനങ്ങളിൽ നിന്നായി 13.95 കോടി രൂപ ടോളായി ലഭിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനുവരി 13-നാണ് അടൽ സേതു ഗതാഗതത്തിനായി തുറന്നത്. ഒരു ദിവസം ശരാശരി 70,000 വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുന്നുവെന്നായിരുന്നു പ്രതീക്ഷ. ഉയർന്ന ടോൾ നിരക്ക് വാഹനങ്ങൾ കുറയാൻ കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച അഭിമാന പദ്ധതിയായാണ് അടൽ സേതുവിന് വിശേഷിപ്പിക്കപ്പെടുന്നത്. താനെ കടലിടുക്കിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ചതാണ് പാലം നിർമ്മിച്ചത്. പാലം യാഥാർത്ഥ്യമായതോടെ നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങി. 17,840 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലം എന്ന റെക്കോർഡ് അടൽ സേതുവിന്റെ പേരിലാണ്. പാലത്തിന്റെ 16.5 കിലോമീറ്റർ കടലിലും 5.8 കിലോമീറ്റർ കരയിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. 27 മീറ്ററാണ് പാലത്തിന്റെ വീതി. ഭാരതത്തിൽ ആദ്യമായി ഓർത്തോട്രോപിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലമാണിത്. 70 ഓർത്തോട്രോപിക് സ്റ്റീൽ ഗഡ്ജ് ഗർഡറുകളാണ് പാലത്തിനുള്ളത്.